നാളത്തെ ദിവസം വെള്ളിയാഴ്ച. മഹാലക്ഷ്മിയുടെ ദിവസമാണ് നാളെ. ഈ ദിവസം മഹാലക്ഷ്മിയെ ആരാധിച്ചാൽ ഐശ്വര്യവും നന്മയും ലഭിക്കുന്നതാണ്. നാളെ മഹാവെള്ളിയാഴ്ച എന്നറിയപ്പെടുന്നു. അതിനാൽ തന്നെ ദേവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ ഐശ്വര്യം വർദ്ധിപ്പിക്കുന്നതാണ്. ദേവിയുമായി ബന്ധപ്പെട്ട് ഈ നമ്പർ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് സൗഭാഗ്യവും ഐശ്വര്യവും വന്നു ചേരുന്നു. ഈ നമ്പർ നിങ്ങളുടെ കൈകളിൽ അല്ലെങ്കിൽ പേപ്പറിൽ എഴുതേണ്ട സാഹചര്യം ഉണ്ട്. അത് എങ്ങനെയെന്ന് നമുക്ക് മനസ്സിലാക്കാം. കിഴക്കോട്ട് തിരിഞ്ഞ് വിളക്കിൻ്റെ അടുത്തിരുന്ന് വേണം ഇത് ചെയ്യുവാനായിട്ട്. ഒരു വെള്ള പേപ്പറാണ് അത്യാവശ്യം. ഇതിൽ മറ്റ് എഴുത്തുകുത്തുകൾ ഒന്നും പാടില്ല. മഹാലക്ഷ്മിയുടെ ഏറ്റവും വിശേഷപ്പെട്ട ശ്രീം എന്ന വാക്കാണ് എഴുതേണ്ടത്. അതിനുശേഷം പേപ്പറിൽ നടുഭാഗത്തായി 3, 6, 9 എന്ന് എഴുതുക. ഇത് എഴുതുന്നത് നീല അല്ലെങ്കിൽ പച്ച മഷിക്ക് വേണം എഴുതുവാനായിട്ട്. ഇത് രണ്ടും ഇല്ലെങ്കിൽ മാത്രം ചുവപ്പ് നിറം ഉപയോഗിക്കുന്നതിൽ കുഴപ്പമില്ല. മറ്റുള്ള ഒരു നിറവും എടുക്കരുത്. ഇത് ചെയ്യുന്ന സമയത്ത് ദേവിക്ക് ഒരു തുളസി സമർപ്പിക്കുക. ഈ സമയം എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറുവാൻ കൂടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈ തുളസി പേപ്പറിൻ്റെ നടുഭാഗത്ത് വയ്ക്കുക. അതിനുശേഷം ഈ പറയുന്ന മന്ത്രം കൂടി ചൊല്ലുക. ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ മന്ത്രമാണ് ചൊല്ലേണ്ടത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ വെള്ളിയാഴ്ചയിലും ഈ തുളസി ഇല മാറ്റി അടുത്ത ഇല എടുത്ത് വെക്കേണ്ടതാണ്. അതായത് 4 ആഴ്ചയോളം ഇല്ലെങ്കിൽ 11 ആഴ്ചയോളം നിങ്ങൾ ചൊല്ലുന്നത് വളരെ നല്ലതാണ്. അതിനായി 11 ആഴ്ചയിലും വെള്ളിയാഴ്ച ദിവസം ഈ തുളസി ഇല മാറ്റി വയ്ക്കുവാൻ പ്രത്യേകം ഓർക്കേണ്ടതാണ്. ഈ കാര്യം തീർച്ചയായും പൂർണ്ണ വിശ്വാസത്തോടെ വേണം ചെയ്യുവാനായിട്ട്, അല്ലെങ്കിൽ ഫലം ലഭിക്കുകയില്ല. ദിവസവും ഈ മന്ത്രം 11 പ്രാവശ്യം ചൊല്ലിയാൽ പ്രത്യേക ഫലം ലഭിക്കുന്നതുമാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള പണം കൈകളിലേക്ക് വന്നു ചേരുന്നതുമാണ്. അനാവശ്യ ചിലവുകൾ കുറയ്ക്കും. 4 മടക്കി വേണം പേഴ്സിൽ സൂക്ഷിക്കുവാനായിട്ട്. പേഴ്സിന് വേറെ കേടുപാടുകൾ സംഭവിക്കുവാൻ പാടില്ല. നല്ല വൃത്തിയുള്ള പേഴ്സായിരിക്കണം എടുക്കേണ്ടത്. ബാഗിനകത്തോ പേഴ്സിനകത്തോ മൊട്ടുസൂചി, പിന്ന് ഇതുപോലത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. നാളെ ഈ വസ്തുക്കൾ കണി കാണുന്നത് വളരെ നല്ലതാണ്. ആദ്യം മഹാലക്ഷ്മി ചിത്രമാണ് കാണേണ്ടത്. നാണയം കാണുവാനും നല്ലതാണ്. പാല് തിളച്ചു പോകുന്നതും അത്യുത്തമമാണ്. ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ മാത്രം പ്രകൃതി ഇല്ലെങ്കിൽ ആകാശം കണ്ടാലും മതിയാകും. ഇത് ഐശ്വര്യവും സമ്പത്തും വർദ്ധിപ്പിക്കാൻ കാരണമാകും. മനസ്സിന് വിഷമമാകുന്ന കാര്യങ്ങൾ കേൾക്കാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. രാവിലെ കണ്ണാടിയിൽ നോക്കരുത്. ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്താൻ കഴിഞ്ഞാൽ അത് സൗഭാഗ്യം ഇരട്ടിക്കുവാൻ ഇടയാക്കുന്നതാണ്.